നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾക്കെല്ലാം തന്നെ ഏറെ അഭിമാനമായിട്ടുള്ള നിമിഷമാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു മലയാളത്തിന്റെ പ്രിയ നടനെ പുരസ്കാരം സമ്മാനിച്ചത്. നിറ കയ്യടികളോടെയായിരുന്നു സദസ്സ് മോഹൻലാലിനെ വേദിയിലേക്ക് ആനയിച്ചത്. ഭാര്യ സുചിത്രയും മോഹൻലാലിനൊപ്പം അവാർഡ് ദാന വേദിയിലുണ്ടായിരുന്നു. പുരസ്കാര വേദിയിൽ മോഹൻലാലിനെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടുകയാണ്. ഉഗ്രൻ ആക്ടർ എന്ന് മലയാളത്തിലാണ് അശ്വിനി വൈഷ്ണവ് അഭിനന്ദിച്ചത്. ട്രൂ ലെജൻഡ് എന്നും മന്ത്രി വിശേഷിപ്പിച്ചു. അവാർഡ് സമ്മാനിച്ചതിന് പിന്നാലെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം സദസ്സിൽ സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് വിജയരാഘവനും സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും ഏറ്റുവാങ്ങി. മികച്ച ചിത്ര സംയോജനത്തിന് മിഥുൻ മുരളി, മികച്ച ഡോക്യുമെന്ററിക്ക് രാംദാസ് വയനാട് എന്നിവരും പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും, നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിയും വാങ്ങി. 1969 ആരംഭിച്ച ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ രാജ്യത്തെ സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് 2023 ഫാൽക്കെ പുരസ്കാരം. പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി. 1978 തിരനോട്ടം എന്ന റിലീസാകാത്ത സിനിമയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ മോഹൻലാൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 360-ലേറെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. 5 തവണ ദേശീയ സിനിമാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2001 പത്മശ്രീയും 2019 പത്മഭൂഷണും ലഭിച്ചു. കഴിഞ്ഞ തവണത്തെ ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി, ഗായകൻ ശങ്കർ മഹാദേവൻ, സംവിധായകൻ അശുതോഷ് ഗവാരിക്കർ എന്നിവരുടെ സമിതിയാണ് ഇക്കുറി പുരസ്കാരം നിർണയിച്ചത്. 10 ലക്ഷം രൂപ, സുവർണ കമലം എന്നിവ ഉൾപ്പെടുന്നു. അംഗീകാരം 2023 ദേശീയ സിനിമ അവാർഡിനൊപ്പമാണ് സമ്മാനിച്ചത്. പുരസ്കാര വിതരണ ചടങ്ങിൽ മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് അഭിസംബോധന ചെയ്താണ് MIB സെക്രട്ടറി സഞ്ജയ് ജാജു സ്വാഗതം ചെയ്തത്. ഏതായാലും എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നായിരുന്നു അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ. സെപ്റ്റംബർ 20 മോഹൻലാലിനെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കുന്നുവെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിച്ചത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിന്റേത് എന്നും ഇവർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 79ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിച്ചത് ദി റിയൽ OG, യഥാർത്ഥ ഇതിഹാസം എന്നാണ്. നിറഞ്ഞ കയ്യടിയോടെയാണ് മന്ത്രിയുടെ വാക്കുകൾ സദസ്സ് സ്വീകരിച്ചത്. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ മോഹൻലാൽ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രശംസ. താങ്കൾ ഒരു ഉഗ്രൻ ആക്ടർ എന്നാണ് അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞത്. മന്ത്രിയുടെ വാക്കുകളെ മോഹൻലാൽ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് സ്വീകരിച്ചത്. ഇത്രയും മികച്ച ചിന്തോദീപകമായ തെരഞ്ഞെടുപ്പിന് ജൂറിക്ക് നന്ദി. പുരസ്കാരം നേടിയ എല്ലാവരും വലിയ കയ്യടി അർഹിക്കുന്നവരാണ്. ഇന്ന് ഏറ്റവും വലിയ കയ്യടി നൽകേണ്ടത് റിയൽ OG ആയ മോഹൻലാൽ ജിക്കാണ്. താങ്കൾ ഒരു ഉഗ്രൻ ആക്ടറാണ്. യഥാർത്ഥ ഇതിഹാസം. വലിയ കയ്യടി അദ്ദേഹത്തിന് നൽകണം. ഈ ശബ്ദമൊന്നും പോരാ, വലിയ ആരവങ്ങളോടെ കയ്യടി നൽകണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഏറെ വൈറലാവുകയാണ്. ഏതായാലും ഇപ്പോൾ നിരവധി താരങ്ങൾക്കാണ് ഇത്തരത്തിൽ ഇന്ന് രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇതിൽ മലയാളത്തിനും ഏറെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. 2023 ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് ഇന്ന് സമ്മാനിച്ചിരിക്കുന്നത്. ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടന്മാർ. മികച്ച നടിക്കുള്ള അവാർഡ് റാണി മുഖർജി സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം 12th ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിയെ തേടി പുരസ്കാരം എത്തിയത്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്.